മലപ്പുറം വേങ്ങരയിൽ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലി. 1.5 വർഷം മുൻപ് വിവാഹിതയായ യുവതിയാണ് കൊണ്ടോട്ടി സ്വദേശിയായ വീരൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ല എന്നും പരാതിയുണ്ട്. ആദ്യം പ്രതികരണത്തിലേക്ക്. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയത് തീർത്തോ നാളെ പോയി ഒപ്പിടത്ത് ഒപ്പിട്ടരാം തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ അല്ല കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നിന് ശേഷം വേണമെങ്കിൽ ഒപ്പിടാ വേണമെങ്കിൽ ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായ്പിന്റെ പരിപാടി നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അവർ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം തന്നെ വാപ്പ എന്നോട് ചോദിച്ചത് സ്വർണ്ണം എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് സ്വർണ്ണം 30 ഉണ്ട് എന്നാണ് തോന്നുന്നത്, എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു സ്വർണത്തിൻ്റെ വിഷയമൊക്കെ നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞാടി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് കോയിൻസ് ഉണ്ടോ ചോദിച്ചു. അവൻ പറഞ്ഞു അതൊന്നും ഇല്ല പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയി. പിന്നെ മഹർ മാത്രമുള്ളായിരുന്നു സ്വർണ്ണമായിട്ട്. അവർ കഴിച്ചതിനും മാല ഇട്ടിട്ടുണ്ടായിരുന്നു, അതും മാത്രമേ കയ്യിലുള്ളായിരുന്നു. അത് അവർ ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് ഊരിച്ച് വാങ്ങിച്ച്. പിന്നെ ആ സ്വർണം കണ്ടിട്ടില്ല, ആളെയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒരു കുഞ്ഞായി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അസുഖം മക്കളെ ചികിത്സിക്കാൻ വേണ്ട, മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഇപ്പം പറഞ്ഞാൽ എന്താ അസുഖമെന്ന് തെളിയിക്കാൻ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനും തയ്യാറല്ല. അപ്പോൾ പറഞ്ഞു 1, 2, 3 ഞാൻ ചൊല്ലി, ഈ എന്താ വെച്ചാൽ എനിക്ക് ഒപ്പിട്ട് കൊണ്ടോ എന്ന് പറഞ്ഞു എൻ്റെ ഉപ്പാട്. എന്താണ് നിങ്ങളെ മോളെ 1, 2, 3 ചൊല്ലി ഒപ്പിട്ടെടുത്ത് കാണാൻ പോയിക്കോ, എങ്ങോട്ട് പോയിക്കളെ, എൻ്റെ അത് നടക്കൂല, അങ്ങോട്ടാണ് ബാക്കിയൊക്കെ ഫോണിൽ പറയുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു 1, 2, 3 എൻ്റെ മോളെ ഞാൻ ചെല്ലിയിരിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു എൻ്റെ മോളെ ഞാൻ 3 ചെല്ലിയിരിക്കുന്നു. ഇതാണ് പറഞ്ഞു, അല്ല വേറെ ഒന്നും. അരുൺ അമർനാഥ് ഉണ്ട് വിവരങ്ങളായി. അരുൺ, ഈ മുത്തലാഖ് നിരോധിക്കപ്പെട്ട കാര്യമൊന്നും ഇദ്ദേഹം അറിയില്ലെന്ന് തോന്നുന്നു. പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇപ്പോഴും ഇതൊക്കെ ഉണ്ടല്ലോ. അതേ ദിവീഷ്, രാജീവ്, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അമ്പരപ്പ് തോന്നുന്ന ഒരു സംഭവമാണ്. അതായത് 1.5 വർഷം മുമ്പാണ് ഈ യുവതിയുടെ വിവാഹം, കൊണ്ടോട്ടി സ്വദേശിയായ വീരാൻകുട്ടിയുമായി വിവാഹം നടക്കുന്നത്. എന്നാൽ 40 ദിവസം ഭർതൃഗൃഹത്തിൽ താമസിച്ചു. ശേഷം ഗർഭിണിയായി ഉണ്ടായ തുടർന്നുള്ള ശാരീരിക അവശതകളെയൊക്കെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം ഭർത്താവ് യാതൊരു ബന്ധവും ഉണ്ടായില്ല. ഫോണിൽ വിളിക്കുമ്പോൾ പോലും പ്രതികരിക്കുന്നില്ല. ഫോണിൽ നമ്പർ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഈ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി. 11 മാസം പിന്നിടുമ്പോഴാണ് ഈ കുട്ടിയുടെ പിതാവിനെ ഈ ഭർത്താവ് വിളിച്ചിട്ട് പറയുന്നത് ഇനി ബന്ധം തുടർന്നു പോകാൻ ആഗ്രഹമില്ല, മുത്തലാഖ് ചൊല്ലുകയാണ്, 1, 2, 3 എന്ന് പറഞ്ഞ് മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 30 പവൻ സ്വർണം അവർ വാങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിരികെ നൽകിയിട്ടുമില്ല എന്നുള്ളതാണ് ഈ കുടുംബം ഉന്നയിക്കുന്ന പരാതി. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനമെന്ന് അറിയിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനെയും പോലീസിനെയും സമീപിച്ചിട്ടുണ്ട്. ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് യുവതിയുടെ കുടുംബത്തിൻ്റെ ആവശ്യം. ദിവീഷ്. ശരി, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.